CPM ലക്കിടി ലോക്കൽ കമ്മിറ്റി മുൻ അംഗത്തിനു നേരെ ആക്രമണം. തെക്കിൻചിറ റോഡ് സ്വദേശി സുരേന്ദ്രനാണ് ഗുരുതര പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കിൽ പോകുന്നതിനിടെ 4-അംഗ സംഘം ഇരുമ്പ് പൈപ്പ് കൊണ്ട് മർദ്ദിച്ചെന്നാണ് പരാതി. ശനിയാഴ്ച രാത്രി 7:45ഓടെയാണ് സംഭവമുണ്ടായത്. ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്ന സുരേന്ദ്രനെ തെക്കിൻചിറ റോഡ് കോറിക്ക് സമീപം വെച്ച് ഒരു സംഘം തലക്കടിച്ച് വീഴ്ത്തി ഇരുമ്പ് വടി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. രാത്രി ഒരു വീട്ടിൽ എന്നിട്ട് ഞാനവിടെ കുറച്ച് നേരം ഇരുന്നൊരു 7:45 തിരിച്ച് എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട് തെക്കിൻചിറ റോഡ് ലക്കിടിപ്പൂർ പഞ്ചായത്തിന് തെക്കിൻചിറ റോഡ് പോണ റോഡ് മണ്ണൂർ പോണ റോഡാണ്. തെക്കിൻചിറ റോഡ് സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ താഴത്തെത്തുന്ന ഒരു കോറിയുണ്ട്. ഒരു കോറി 2 കോറിയുണ്ട്. താഴത്തൊരു കോറിയുണ്ട്. ആ കോറിനവിടെ ഞാൻ എൻ്റെ വണ്ടി എത്തുന്നതോടെ ഒരു 3-4 ആളുകൾ ഓടി വന്നിട്ട് എൻ്റെ തലയ്ക്ക് അടിക്കാൻ മുങ്ങി കൈ പൊങ്ങിക്കുമ്പോൾ എൻ്റെ കയ്യിലെടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. വണ്ടി ഞാനൊന്ന് മാറി. പിന്നെ എന്നെ അവിടെ പൈപ്പ് ഉപയോഗിച്ചിട്ട് അടിച്ച് തിരിച്ച് മറിച്ചടിച്ചു. എല്ലാം കൈ കൊണ്ട് തടുത്ത് എൻ്റെ കയ്യിൻ്റെ ഈ കൈ കൊണ്ടിട്ട് എല്ലുകളൊക്കെ പൊട്ടി. കാലിൻ്റെ ഇവിടെ 3 സ്റ്റിച്ച് 2-3 സ്ഥലത്ത് സ്റ്റിച്ചാണ്. കാലിന് നല്ല പരിക്കാണ്. എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 38 കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ്. ഞാൻ ലക്കിടിക്ക് കുറേ കാലങ്ങളായിട്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട് 10-20 കൊല്ലക്കാലം പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ആരുമില്ല. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റ് നാട്ടുകാരും എനിക്ക് വ്യക്തിപരമായിട്ടില്ല. പിന്നെ ഞാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ ഈ പാർട്ടിയുടെ എന്നും പാർട്ടി ഗവൺമെൻറ്റ്സിന് പ്രവർത്തിക്കുന്നവരാണ്. എനിക്കിപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രത്യേകതയാണ് എനിക്ക് നേരിട്ടുണ്ടായത്. പിന്നെ സംഘടനാപരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എൻ്റെ ഘടകത്തിന് ചില ആളുകളൊക്കെ പറയാറുണ്ട്. പാർട്ടിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടൊരു വാക്ക് ഞാൻ ആരും പറയും. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ പണിയെടുത്തിട്ട് എത്രയും പാവപ്പെട്ട ആളുകൾ പണിയെടുത്തിട്ടുണ്ടെങ്കിലാണ് ഈ പ്രസ്ഥാനം. ഒരിക്കലും പ്രസ്ഥാനത്തിനെതിരായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. വ്യക്തികൾക്കൊക്കെ എതിരായിട്ട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൈകാലുകൾക്ക് പരിക്കേറ്റ സുരേന്ദ്രൻ വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലങ്ങളായി കൈവശമുണ്ടായിരുന്ന തെക്കുംചിറ റോഡ് വാർഡ് CPMന് നഷ്ടപ്പെട്ടിരുന്നു. ഇതിനു പിന്നിൽ താനാണെന്ന അപഖ്യാതി പറഞ്ഞുണ്ടാക്കിയവർക്ക് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും സുരേന്ദ്രൻ പറഞ്ഞു. അതായത് ഞാനാണ് മേലെ വേറൊരുത്തരം മേലെ എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ ചെറുപ്പത്തെ പുതിയ ലീഡർഷിപ്പ് എത്തിയിരുന്നു. അവരാണ് ഇതിനുണ്ടാകാൻ സാധ്യത. വേറൊരു വ്യക്തികളും എനിക്കെതിരായിട്ട് ഒരു തരത്തിൽ എൻ്റെ തൊഴിലിനോട് ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു ഉറുപ്പ്യ ഇന്ന് വരെ ഒരാൾക്ക് കൊടുക്കാനില്ല. ഞാൻ ഏത് സഹായം ചോദിച്ചാലും എല്ലാവരും കൊടുക്കുന്ന ആളാണ്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഇതുമായിട്ട് പറയുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ പല കാര്യങ്ങളിലും പലതിനും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങളും ഞാനത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുകയെന്നല്ലാതെ എൻ്റെ ഭാഗത്തു നിന്ന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ട് വേണ്ട. പിന്നെ എനിക്ക് പ്രത്യേക ശത്രുക്കളായിരുന്നു. ഞാൻ എല്ലാവരും നന്നായിട്ട് പെരുമാറിക്കൊണ്ടാണ്. ചോദിച്ചതിന് മറുപടി പറയും. ആരെങ്കിലും തല താഴ്ത്തിയൊന്നും പറയാറില്ല. നിവർന്നൊന്നും പറയും. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതിന് നമുക്ക് കിട്ടിയ ഒരു ഇതാണ്. പാർട്ടിയിൽ ഒരു തരത്തിലും ബാധകമില്ല. അതൊക്കെ വ്യക്തികൾ തമ്മിലുള്ള ചില ആളുകളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ വ്യക്തികൾക്ക് നമ്മൾ തീർക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചില ക്രിമിനലുകളെ വെച്ച് നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു കുഴപ്പമില്ല. പാർട്ടി പറയുന്ന കാര്യങ്ങളിൽ ശിരസ വഹിച്ചിട്ട് പാർട്ടി പറഞ്ഞുകൊണ്ട് നിന്നിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ വേണ്ടാന്ന് തോന്നിയപ്പോൾ എനിക്ക് ആവശ്യമില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നാക്കം വരും. അപ്പോൾ എൻ്റെ വകയുള്ള ഞാനാണ് ഈ വാർഡ് തോൽപ്പിച്ചെന്നുള്ള ഒരു അപഖ്യാതി പറഞ്ഞുണ്ടാക്കിയിട്ട് അവർ അത്തരം ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് എൻ്റെ സംശയം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
വരുന്ന ജനുവരി 3 മുതൽ 9 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ദ ഡയമണ്ട് ഷോ. വരൂ, ഒറ്റപ്പാലത്തെ ഞങ്ങളുടെ ഷോറൂമിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.